നൂറ്റാണ്ടുകൾക്ക് മുൻപുണ്ടാക്കിയ ഉടമ്പടിയുടെ ഭാഗമായാണ് ഓണപ്പൊട്ടന്മാർ ഉത്രാട പുലർച്ചെ ഒന്നിച്ച് പന്തിരടിയിൽ എത്തുന്നത്. ഓലക്കുട ചൂടി മുഖത്ത് ചായങ്ങൾ തേച്ച് കയ്യിൽ മണികിലുക്കി ഒരു പ്രത്യേക താളത്തിൽ വീടുകൾ തോറും കയറിയിറങ്ങിയാണ് ഓണപ്പൊട്ടന്റെ വരവ്. അത്തന്നാൾ മുതൽ വ്രതത്തോട് കൂടിയിട്ട് നിന്നിട്ടാണ് നമ്മൾ ചമയങ്ങളും കാര്യങ്ങളും ഒരുക്കുന്നത്. ഉത്രാടപ്പാച്ചിലിൽ ആദ്യമായിട്ട് നെട്ടൂർ ദേശത്ത് തന്നെ പന്തിരടി മനയിലാണ് നമ്മൾ ആദ്യം എത്തുന്നത്. അതിനുശേഷം ആർക്കൊക്കെയാണ് ഓരോ ഭാഗത്തേക്ക് തരം തിരിച്ചു കൊടുത്തത് ആ ഭാഗങ്ങളിലാണ് നമ്മൾ ചെയ്തു പോരുന്നത്. കുറ്റ്യാടി നെട്ടൂരിലെ പന്തിരടി എട്ടുകെട്ടിൽ ഓണപ്പൊട്ടന്മാർ ഉത്രാട പുലർച്ചെ കൂട്ടത്തോടെ എത്തും. ഇതിനു പിന്നിൽ ഒരു ചരിത്രമുണ്ട്. വർഷങ്ങൾക്ക് മുൻപ് പന്തീരടി എട്ടുകെട്ടിന് കീഴിലായിരുന്നു പ്രദേശം. പന്തീരടിയിൽ ഓണപ്പൊട്ടന്മാർ എത്തുക തിരുവോണത്തിന് വൈകിയായിരുന്നു. അന്നത്തെ പന്തീരടി കാരണവർ ഇതിന് പരിഹാരമുണ്ടാക്കണമെന്നും ആദ്യം പന്തീരടിയിൽ എത്തണമെന്നും ഓണപ്പൊട്ടൻ കെട്ടുന്ന മലയ സമുദായ കാരണവരോട് ആവശ്യപ്പെട്ടു. അതിന് പന്തീരടിക്കടുത്ത് താമസ സൗകര്യം ഒരുക്കണമെന്നും മലയ സമുദായ കാരണവർ പന്തീരടി കാരണവരോട് ആവശ്യപ്പെടുകയും ചെയ്തു. പന്തീരിക്കടുത്തുള്ള വെള്ളൊരിപ്പിൽ എന്ന പ്രദേശം മലയ സമുദായക്കാർക്കായി പന്തീരടി കാരണവർ വിട്ടു നൽകി. അന്നു മുതൽ ഓണപ്പൊട്ടന്മാർ ആദ്യം ഉത്രാടത്തിന് പന്തീരടിയിൽ എത്തിത്തുടങ്ങി. എത്ര ഓണേശ്വരന്മാർ കിട്ടുന്നുണ്ടോ അത്രയും ഓണേശ്വരന്മാർ തറവാട്ടിൽ വരികയും ഇവിടുന്ന് നെട്ടൂരപ്പനെ വണങ്ങുകയും അതിനുശേഷം കപ്പേക്കാട്ട് പോയി അവിടെ കാർണവർ താമസിച്ച വീടായിരുന്നു. ഇതുണ്ടാക്കുന്ന സമയത്ത് കാർണവർ താമസിച്ച വീടാണ്. അവിടെയും പോയി വണങ്ങിയതിന് ശേഷമാണ് എല്ലാ ദിക്കിലേക്കും ഗൃഹസന്ദർശനത്തിന് പോകുന്നത്. കാലം ഏറെ മുന്നോട്ടു നീങ്ങിയിട്ടും ആ ഉടമ്പടി പിൻതലമുറക്കാരായ മലയ സമുദായക്കാർ ഇന്നും പാലിച്ചു വരുന്നു. ഈ വർഷവും ഓണപ്പൊട്ടൻ വേഷം കെട്ടിയ 9 പേരാണ് ഒന്നിച്ച് പന്തീരടി തറവാട്ടിൽ എത്തിയത്. ഓണക്കോടി സ്വീകരിച്ച് പന്തീരടിക്ക് അടുത്തു തന്നെയുള്ള കാരണവർ താമസിച്ചിരുന്ന കപ്പക്കാട് വീട്ടിൽ കയറി അനുഗ്രഹം വാങ്ങിയ ശേഷമാണ് ഓരോരുത്തരും വിവിധ ഭാഗങ്ങളിലേക്ക് യാത്രയായത്. കൈരളി ന്യൂസ്, കോഴിക്കോട്.